നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 676 676. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. കഴിഞ്ഞ എപ്പിസോഡിൽ 176 ഇന്ന് തുടങ്ങേണ്ടത് 176 സർഗാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് കുറച്ച് വലിയ സർഗമായിരുന്നു. അതായത് 175 സർഗം. അത് യുധിഷ്ഠിരാദികളുടെ എതിരേൽപ്പും മറ്റും. അതിൽ അവസാനത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. യുധിഷ്ഠിരന് ഉൾപ്രിയമേകി വാണാനൊട്ടേറെ നാൾ ആവിധം അംബുജേക്ഷണൻ സസൈനനായി പാർത്ഥനോടൊത്തു തേരിൽ കരേറി മോദിച്ചു ഉദാരശീലൻ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അപ്പോൾ ഇന്ന് 176 സർഗം തുടങ്ങണം. അതായത് രാജസൂയ വിജ്ഞാപനവും മറ്റും എക്സെട്ര. അതിൽ ഒന്നാമത്തെ ശ്ലോകം പറയണു: ഇന്ദ്രപ്രസ്ഥത്തിൽ ഈ വണ്ണം ഏറെ നാളകിലേശ്വരൻ വാണും കാര്യങ്ങളോതാതെ ധർമ്മജൻ വിലസിയിടവേ. ഇന്ദ്രപ്രസ്ഥത്തിൽ ഈ വണ്ണം ഏറെ നാൾ അഖിലേശ്വരൻ വാണും എന്ന് പറഞ്ഞാൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാര്യങ്ങളോതാതെ ധർമ്മജൻ വിലസിയിടവേ. അതായത് മൂപ്പർക്കന്യ എന്താ പറയേണ്ടതെന്നല്ലേ, സന്തോഷം പരമാനന്ദത്തിൽ ഇങ്ങനെ ദിവസങ്ങൾ പോവുക. ഭീഷ്മദ്രോണാദിമാന്യന്മാരേവരും വന്നു വാഴ്കവേ. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെയും സന്തത സഹചാരികളെയും അവരുടെ 16,008 ഭാര്യമാരെയും കുട്ടികളെയും ഒക്കെ, കുട്ടികളും പുത്രന്മാരും പൗത്രന്മാരെയും കാണാൻ വേണ്ടി ഭീഷ്മര്, ദ്രോണര്, കൃപര് മുതലായിട്ടുള്ളവരൊക്കെ ഹസ്തിനപുരത്തിൽ നിന്ന് വന്നു. ഏവരും വന്നു വാഴ്കവേ ആസ്ഥാന മണ്ഡപത്തിങ്കൽ മിന്നും സർവജ്ഞനാം പ്രഭു. ആസ്ഥാന മണ്ഡപം അതായത് ഇന്ദ്രപ്രസ്ഥത്തിലത്തെ രാജകാര്യങ്ങൾ വിചാരിക്കുന്ന അസംബ്ലി ഹാൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അമ്പി എന്നരുളി ചെയ്താൻ ഒരു നാൾ മെല്ലെ ഈ വിധം. ഭഗവാൻ ചെറുതായിട്ടൊരു ചെറു പുഞ്ചിരിയോടുകൂടി ഒരു പ്രത്യേക കാര്യം പ്രസൻറ്റ് ചെയ്തു. എന്താ? ജ്യേഷ്ഠൻ വേണ്ടുന്നൊരക്കാര്യം എന്നോടാതാകിലാകുമോ. ബ്രഹ്മപുത്രര് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജ്യേഷ്ഠനാണ് വയസ്സിൽ. മനസ്സിലുള്ള കാര്യം എന്നോട് പറയാതെ കണ്ടെങ്ങനെ ഞാൻ അതിനെ വിഭാവനം ചെയ്യാം? അപ്പോൾ ജ്യേഷ്ഠൻ വേണ്ടുന്നൊരക്കാര്യം എന്നോടാതാകിൽ ആകുമോ. ചിന്തിപ്പതെന്താണ് ഉൾപ്പൂവിൽ തുറന്നതുര ചെയ്യണം. ഇത് വലിയ ഒരു ഭാഗമാണ്, പ്രധാന ഭാഗമാണ്. മനസ്സിൽ മറ്റുള്ളവരെ പറ്റി നമ്മൾ എന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് വേണ്ടപ്പെട്ടവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കണം. ഇല്ലെങ്കിൽ അതൊരു അപജയം, പരാജയമായിട്ട് മാറും. സ്നേഹം മനസ്സിലുണ്ടായാൽ പോരാ, സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളവർ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. അതേമാതിരി ഈശ്വരനെ പറ്റി വിവേകശാലികളെ വിചാരധാരകളിൽ കൂടി ധ്യാനിക്കുന്നുണ്ടെങ്കിലും അത് പുറത്തുള്ളവരെ സ്വാംശീകരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ചില ബാഹ്യമായിട്ടുള്ള പൂജയും കാര്യങ്ങളും ചെയ്യണം. അതാണ് പറഞ്ഞത്. ചിന്തിപ്പതെന്താണുൾപ്പൂവിൽ തുറന്നുര ചെയ്യണം. ഭക്താപദംശം കൈകൂപ്പി ചൊല്ലിനാൻ മെല്ലെ ഇങ്ങനെ. ഇത്രയും പറഞ്ഞപ്പോൾ ധർമ്മപുത്രരെ കൈകൂപ്പി ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ? രാജസൂയ മഹായജ്ഞം കൊണ്ടുതാൻ നിൻ വിഭൂതികൾ. എനിക്കൊരാഗ്രഹമുണ്ട്. രാജസൂയ മഹായജ്ഞം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്.
എന്തിന്? നിൻ വിഭൂതികൾ നന്നായി പൂജിക്കുകിൽ കൊള്ളാമെന്നുണ്ടാഗ്രഹം എൻ പ്രഭു. അങ്ങയുടെ വിഭൂതികളെ ആദരിക്കാനും സഹജമായ മനോഭാവത്തോടു കൂടി അങ്ങയുടെ പ്രീതിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാനും എനിക്ക് സാധിക്കണം. അതിന് രാജസൂയായറ്റനം ചെയ്യണം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ അകത്ത് ഉള്ളിലിരിപ്പ്. മനസ്സിലായില്ലേ? എന്നുണ്ട് ആഗ്രഹം എൻ പ്രഭോ എന്നാ പറഞ്ഞത്. സർവൈശ്വര്യങ്ങളും മന്നിൽ നീ വർഷിച്ചു വിളങ്ങവേ. അങ്ങയുടെ അനുഗ്രഹാശിസുകൾ കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോണത്. ആരെ? ബ്രഹ്മപുത്രർ പറയണം, സർവ ഐശ്വര്യങ്ങളും മന്നിൽ നീ വർഷിച്ചു വിളങ്ങവേ. നിൻ പാദഭക്തർ ഈ വണ്ണം ഓർപ്പതും യുക്തമല്ലയോ. നിൻ പാദഭക്തർ ഈ വണ്ണം ഓർപ്പത് യുക്തമല്ലേ? വിത്തിൻ ദി ഫ്രെയിം അല്ലേന്ന അർത്ഥേ. നിൻ തൃക്കാൽ താർമെതിയടി പോലും പൂജിച്ചു വാഴുകിൽ. അങ്ങയെ ഉദ്ദേശിച്ച് അല്ലെങ്കിൽ അങ്ങയുടെ മെതിയടി പൂജിച്ചാൽ മതി, അങ്ങയെ പൂജിച്ച ബല. അപ്പോൾ നിൻ തൃക്കാൽ താർമെതിയടി പോലും പൂജിച്ചു വാഴുകിൽ അത്രയും വേണ്ട നന്നായൊന്നത് ചിന്തിക്കിൽ പോലുമോ. ഇനി ബാഹ്യമായിട്ട് മെതിയടി ഇല്ലെങ്കിലും നിന്നെ ചിന്തിച്ചു വാഴുന്നത് തന്നെ, അങ്ങയെ ചിന്തിച്ചു വാഴുന്നത് തന്നെ വലിയ കാര്യമാണെന്നാണ് പറഞ്ഞത്. അത്രയും വേണ്ട നന്നായി എന്നത് ചിന്തിക്ക പോലുമോ. കൃഷ്ണപാതുകയെ ഞങ്ങൾക്കെന്നും ശരണം ഈ വിധം. ഭഗവാന്റെ പാതുകങ്ങളാണ് ഞങ്ങൾക്ക് ശരണം. കൃഷ്ണപാതുകയെ ഞങ്ങൾക്കെന്നും ശരണം ഈ വിധം. കീർത്തിക്കയോ ചെയ്തിടുകിൽ പോലും പാപങ്ങൾ തീർന്നുടൻ. അതാണ് ഭഗവാനെ പറ്റി കീർത്തിക്കുക. കേശാദിപാദം പാദാദികേശം സ്തുതിക്കുക. കീർത്തിക്കയോ ചെയ്തിടുകിൽ പോലും പാപങ്ങൾ തീർന്നുടൻ. ധ്യാനിപ്പാൻ കഴിവേന്തിടും എന്നല്ലതേത് അഭീഷ്ടവും. ഏത് അഭീഷ്ടങ്ങളും ഏത് കാര്യങ്ങളും നേടുന്ന ധ്യാനിപ്പാൻ കഴിവേന്തിടും എന്നല്ല, അത് ഏതഭീഷ്ടവും കൈവന്നുടൻ. ജഗത്തിങ്കൽ അവൻ മിന്നിത്തിളങ്ങിടും. ഭഗവാനെ പൂജിച്ചാലുണ്ടാവുന്ന മാനസികാവസ്ഥ, അതായത് ഒരു സെൽഫ് ബൂസ്റ്റിംഗ് ആണത്. സ്വന്തം വ്യക്തിത്വത്തെ ആകാശം മുട്ടുമാറ് വളർത്താൻ അതിന് കഴിവുണ്ട്. ആർക്ക്? ഭഗവാനെ സ്തുതിക്കുക, ഭഗവാനെ ധ്യാനിക്കുക. അപ്പോൾ നിന്നെ സേവിച്ചിടാതോരോ ചക്രവർത്തികളാകിലും ഭഗവാനെ സ്വതസിദ്ധമായ രീതിയിൽ പൂജിച്ചിട്ടില്ലെങ്കിൽ ചക്രവർത്തിയായിരുന്നിട്ടും കാര്യമില്ല, ഗതി പിടിക്കില്ല എന്നാ. നിന്നെ സേവിച്ചിടാതോരോ ചക്രവർത്തികളാകിലും ആഴേണ്ടി വന്നിടും മണ്ണിൽ അറിയണം ഇതേവരും. ദുഃഖിക്കേണ്ടി വരും ഭൂമിയിലേന്നാ. ഇതാണ് കുട്ടിക്കാലത്ത് അച്ഛനമ്മമാർ വളർന്നു വരുന്ന കുട്ടികളെ ബോധിപ്പിക്കേണ്ടത്. നിങ്ങൾ ഈ പ്രായത്തിൽ ശ്രീകൃഷ്ണ ഭക്തി വളർത്തിയിട്ടില്ലെങ്കിൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ജപിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര തന്നെ ലൗകിക സംബന്ധം ഉണ്ടായിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് ശാന്തി സമാധാനം ഉണ്ടാവില്ല. ശാന്തിയും സമാധാനം വേണോ? ഈശ്വരപാദ പൂജ ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞത് മാഴികേണ്ടി വന്നിടും മണ്ണിൽ അറിയണം ഇതേവരും. ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാണ്ട് എല്ലാവരും അവശ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ് പറഞ്ഞത്. പുറമോടികളാൽ മാത്രം മയങ്ങും മിക്കമർത്യരും. മരണം സ്വാഭാവികമായിട്ടുള്ള പുരുഷന്മാരെ അല്ലെങ്കിൽ മർത്യന്മാര് പുറമോടികളാൽ ആർഭാടത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചാൽ എവിടെ എത്തില്ല. പുറമോടികളാൽ മാത്രം മയങ്ങും മിക്കമർത്യരും കർമ്മജ്ഞാനങ്ങളെ സർവശ്രേഷ്ഠമെന്നുര ചെയ്യുകയാം. കർമ്മജ്ഞാനങ്ങളെ, കർമ്മവും ജ്ഞാനവും, ജ്ഞാനത്തോടുകൂടിയ കർമ്മങ്ങളെ നിലനിൽക്കൂ. അജ്ഞാനം കൊണ്ടുള്ള കർമ്മങ്ങൾ നിലനിൽക്കില്ല. അപ്പോൾ കർമ്മജ്ഞാനങ്ങളെ സർവശ്രേഷ്ഠമെന്നുര ചെയ്യുകയാം.
ആകയാൽ കൃഷ്ണ നിൻ ഭക്തി മാഹാത്മ്യം നേരിലേവരും കണ്ടു തന്നെ പഠിക്കണം. അതിനിതൊരു മാർഗമാം. ഏത്? ഈ രാജസൂയയാഗം ചെയ്താൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് കാണും. അവർക്കൊക്കെ അങ്ങയിൽ ഭക്തി വർദ്ധിക്കാനുള്ളൊരു ഹേതുവായിട്ട് തീരുന്നത്. അന്നദാനം, മഹാദാനം, പിന്നെ എന്താണെന്നാ പറയുക, കുതിര ദാനം ചെയ്യേണ്ടവർക്ക് കുതിരേനെ ദാനം ചെയ്യുക, ആനയെ ദാനം ചെയ്യേണ്ടവർ അങ്ങനെ, പശുക്കൾ, സ്വർണം, ഭൂമി എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ദാനം ചെയ്യും. ഇങ്ങനെ പലതരത്തിലുള്ള ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുക. അത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ഉണ്ടായാൽ അത് അതിലേറെ നന്നായി. അതുകൊണ്ടാണ് പറഞ്ഞത്, കണ്ടു തന്നെ പഠിക്കണം, അതിനിതൊരു മാർഗമാം, അതിന് ഇതൊരു വഴിയാണെന്ന് പറഞ്ഞു. ഭജിപ്പോനും ഭജിച്ചിടാതവനും തമ്മിലത്രയും ഭേദമുണ്ടെന്ന് നീ നന്നായി തെളിയിച്ചിടണം പ്രഭു. അപ്പോൾ ധർമ്മപുത്രർ ഒരു മുഴം നീട്ടിയെറിഞ്ഞു. അതെന്താ? സദസ്സിൽ ആരാ ഉള്ളത്? ഭീഷ്മരും ദ്രോണരും എല്ലാവരും ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കൗരവരുടെ ആൾക്കാരുണ്ടാവാം. അവർക്ക് നേരാവാനുള്ള ഒരു വഴിയാണ് പറഞ്ഞു കൊടുത്തത്. ഭജിപ്പോനും ഭജിച്ചിടാതവനും തമ്മിലത്രയും ഭേദമുണ്ടെന്നു നീ നന്നായി തെളിയിച്ചിടേണം പ്രഭു. വെറുതെയാണോ? പറഞ്ഞതനുസരിച്ചു ഭഗവാൻ. അപ്പോൾ നകുല സഹദേവന്മാരാൽ ആരേനെയാണ് അഗ്രഗണ്യസ്ഥാനത്ത് ഇരുത്തേണ്ടത്? അഗ്രസ്ഥാനത്ത് ഇരിക്കേണ്ടത് ആരേനെയാണ് കാലി കഴിച്ചു കൂട്ടേണ്ടത്? കൃഷ്ണനല്ലാണ്ട് വേറെ ആരുമില്ല എന്ന് അവർ പറഞ്ഞു. കഷ്ടകാലത്തിന് ശിശുപാലൻ മുതലായിട്ടുള്ളവരെ എതിര് പറഞ്ഞു. അപ്പോൾ ശിശുപാലൻ ജന്മം കൊണ്ട സമയത്ത് ശിശുപാലന് 2 കോന്ത്രമ്പല്ലുണ്ടായിരുന്നു അത്രേ. അപ്പോൾ ഒരു അശരീരി ഉണ്ടായി. അശരീരി എന്താ? ഇയാളേനെ കുട്ടിയായിട്ട് പലവരും എടുക്കും. പ്രത്യേകം ഒരാൾ എടുത്താൽ ഇയാളുടെ ഈ കോന്ത്രമ്പല്ല് പോവും. അപ്പോൾ നല്ല കുട്ടിയാവും ഇയാൾ. പക്ഷേ അയാളാൽ ഇയാൾ കൊല്ലപ്പെടും, വധിക്കപ്പെടും. അപ്പോൾ കൃഷ്ണൻ എടുത്തപ്പോഴാണ് കോന്ത്രമ്പല്ല് പോയത്. അപ്പോൾ ശിശുപാലൻ്റെ അമ്മ വളരെയധികം കരഞ്ഞ് വശമായി. കാരണം എന്താ? റിലേറ്റീവ്സാണ് ഇവർ. അപ്പോൾ പറഞ്ഞു, 108 തെറ്റ് ഞാൻ സഹിക്കും, 109ാമത്തെ ആയാൽ ഞാൻ ശിക്ഷിക്കും പറഞ്ഞു പോകാൻ. അപ്പോൾ ഈ രാജസൂയ മഹായജ്ഞത്തിന് ശ്രീകൃഷ്ണനെ അഗ്രസ്ഥാനത്ത് ഇരുത്തി പൂജിക്കണമെന്ന് പറഞ്ഞപ്പോൾ എതിര് പറഞ്ഞത് 109ാമത്തെ ആയി. തൃച്ചക്രം കൊണ്ട് വധിച്ചു. അതന്നെ. അപ്പം എന്തായി? ഭേദമുണ്ടെന്ന് നീ നന്നായി തെളിയിച്ചിടണം പ്രഭു. അത് ശരിയായി. ഇനി അടുത്ത ശ്ലോകം. സർവാത്മാവാകും അവിടേക്ക് അതിൽ വൈഷമ്യം ഏവനും കാണാ. ആർക്കും അങ്ങ് ചെയ്യുന്ന പ്രവൃത്തിയിൽ വൈഷമ്യം കാണില്ല. കാരണം അങ്ങ് കർത്തവ്യം മാത്രമേ ചെയ്യുള്ളൂ. കടമയും കടപ്പാടും മാത്രമേ അങ്ങ് ചെയ്യുള്ളൂ. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ സർവാത്മാവാകും അവിടേക്ക് ഇതിൽ വൈഷമ്യം ഏവനും കാണാ. നിർലേപനായാലും സേവകർക്കേകിടും ഫലം. നിർലേപൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വലിയ ചമയങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ളിൽ ഭഗവാനെ ശ്രീകൃഷ്ണനെ ആരാധിച്ചാൽ മതി. സേവകർക്കേകിടും ഫലം എന്നാ. ആശ്രയിപ്പവരിൽ കാറ്റും തണലും മറ്റുമേകുകിൽ. ഫലം ആശ്രയിപ്പവരിൽ. ഫലം ആശ്രയിച്ചാലും ഭഗവാൻ ഫലം കൊടുക്കും. പക്ഷേ LUCക്ക് ഉണ്ടാവില്ല. ചെയ്ത കർമ്മത്തിൻ്റെ ഒക്കെ ഫലം നമ്മൾ വാങ്ങിയ പിന്നെ LUCക്ക് എവിടെ പോകും? അപ്പോൾ ആശ്രയിപ്പവരിൽ കാറ്റും തണലും മറ്റും ഏകുകിൽ. കൽപ്പവൃക്ഷത്തിൽ ആരാനും പക്ഷപാതമുരയ്ക്കുമോ. കൽപ്പവൃക്ഷത്തിൽ, കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? എന്തും തരുന്നത്, നല്ല കായ്കളും നല്ല ഫലങ്ങളും തരുന്നത്. പക്ഷപാതം മുരയ്ക്കുമോ.
യുധിഷ്ഠിരൻ്റെ നിർവ്യാജ പ്രേമം കണ്ട് അഖിലേശ്വരൻ യുധിഷ്ഠിരൻ്റെ അതായത് ധർമ്മപുത്രരുടെ നിർവ്യാജ പ്രേമം, വ്യാജമല്ലാത്ത സത്യസന്ധമായ സ്നേഹം കണ്ട് അഖിലേശ്വരൻ മന്ദസ്മിതം പൂണ്ടരുളി ചെയ്താൻ മധുരം ഈ വിധം. ജ്യേഷ്ഠൻ്റെ പാവനോദ്ദേശം എത്രയും സ്വാഗതാർഹമാം. ജ്യേഷ്ഠൻ്റെ മൂത്ത സഹോദരൻ്റെ പാവന ഉദ്ദേശം എത്രയും സ്വാഗതാർഹമാം. അതിൻ ഗുണം ജഗത്തെങ്ങും വ്യാപിക്കും കീർത്തിവായ്പൊടും. അതിൻ്റെ ഗുണം ജഗത്ത്, ലോകം മുഴുവൻ വ്യാപിക്കും, കീർത്തിവായ്പൊടും. ഭക്തലോകത്തിനെന്നേക്കും ഉപകാരവുമായി വരും. ഭക്തലോകത്തിനെന്നേക്കും ഉപകാരവുമായി വരും. പിതൃക്കൾക്കും യോഗ്യമായിട്ട് വരും. ദേവകൾക്കും ഋഷികൾക്കും ഇതിഷ്ടമാം. മിത്രങ്ങളായ ഞങ്ങൾക്കോ പറയേണ്ടതുമില്ലതിൽ. ഞങ്ങളാരാ? മിത്രങ്ങളായ ഞങ്ങൾക്കോ പറയേണ്ടതുമില്ല ഇതിൽ. രാജാക്കന്മാരെ ഒട്ടാകെ വിജയിച്ച് ഊഴിയൊക്കെയും വശപ്പെടുത്തി വേണ്ടുന്നതൊക്കെയും സംഭരിക്കണം. ശ്രീകൃഷ്ണൻ പറയാം, രാജാക്കന്മാരെ ഒട്ടാകെ വിജയിച്ച് ഊഴിയൊക്കെയും ഭൂമിയൊക്കെ ഏകഛത്രാധിപതിയായിട്ട് അങ്ങ് വാഴണം. വശപ്പെടുത്തി വേണ്ടുന്നതൊക്കെയും സംഭരിക്കണം. എന്നിട്ടോ അജാതശത്രുവാം അങ്ങേക്ക് അതിനെല്ലാം എളുപ്പം. അജാതശത്രു, അങ്ങേക്ക് ശത്രുക്കളായിട്ട് ഈ ലോകത്തിൽ ആരും ജനിച്ചിട്ടില്ല എന്നാ അജാതശത്രു എന്ന് പേരുണ്ട്. ഇതങ്ങനെ പറഞ്ഞാൽ പോരാ, ഒരു ഉദാഹരണം പറയണം. ദ്രോണാചാര്യരുടെ അണ്ടറിൽ കൗരവരും പാണ്ഡവരും ധനുർവിദ്യ പഠിച്ചു. ധനുർവിദ്യ പഠിച്ച് പരീക്ഷയ്ക്ക് പാസ്സായി. അവസാനം ഒരു പരീക്ഷ വെച്ചു. എന്താ പരീക്ഷ? ധർമ്മപുത്രരെ വിളിച്ചു പറഞ്ഞു, ഈ ലോകത്ത് ധർമ്മം അനുഷ്ഠിക്കാത്ത ഒരാളുണ്ടായാൽ അയാളെ കണ്ടുപിടിച്ച് വരുമെന്ന് പറഞ്ഞു. അതേ സമയത്ത് ദുര്യോധനനെ വിളിച്ചു, ഈ ലോകത്ത് അധർമ്മം ചെയ്യുന്ന ഒരാൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് വരുമെന്ന് പറഞ്ഞു. അതായത് ഞാൻ തെറ്റി പറഞ്ഞു അറിയില്ല. അതായത് ധർമ്മപുത്രരോട് പറഞ്ഞു അധർമ്മം ചെയ്യുന്ന ആളുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് വരുമെന്ന് പറഞ്ഞു. ദുര്യോധനോട് പറഞ്ഞു ധർമ്മം ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ കണ്ടുപിടിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ രണ്ടു കൂട്ടരും ലോകം ചുറ്റി വന്നിട്ട് പറഞ്ഞു. ധർമ്മപുത്രർ പറഞ്ഞു ധർമ്മം ചെയ്യാത്ത ഒരാളെ ഞാൻ കണ്ടില്ല എന്നാണ് പറഞ്ഞത്. ദുര്യോധനൻ പറഞ്ഞു ഞാൻ ധർമ്മം ചെയ്യുന്ന ഒരാളെ കണ്ടില്ല. മറ്റാൾ ധർമ്മം ചെയ്യാത്ത ഇയാൾ ധർമ്മം ചെയ്യുന്ന ആളെ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെങ്ങനെയാണ് ദ്രോണാചാര്യർ വില ഇരുത്തിയത്? എന്താണ് നമ്മുടെ മനസ്സ്? അത് മുഖത്തിൻ്റെ കണ്ണാടി. അപ്പം നമ്മൾ കാണുന്നത് നമ്മുടെ മനസ്സ് പറഞ്ഞതേ കാണുള്ളൂ. എന്താ അങ്ങനെ പറയാൻ കാരണം? ധർമ്മപുത്രരുടെ കണ്ണിൽ അധർമ്മം ചെയ്യണ ആളില്ല. ദുര്യോധനൻ്റെ കണ്ണിൽ ധർമ്മം ചെയ്യണ ആളുമില്ല. ധർമ്മപുത്രരുണ്ടായിട്ടും അല്ലെങ്കിൽ ധർമ്മപുത്രർക്ക് ദുര്യോധനൻ ഉണ്ടായിട്ടും. അതാണ് കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം. ഒരാളുടെ നന്മ മാത്രമേ കാണാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നന്മ ഉണ്ടെന്ന് വിചാരിച്ചാൽ അയാൾ നന്മയുള്ളതായി തീരാം. അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ പറഞ്ഞു പിന്നെ അജാതശത്രുവാം അങ്ങേക്ക് അതിനെല്ലാം എളുപ്പമാം അനുജന്മാരിതാ ദിക്പാലാംശഭൂതരല്ലയോ. അങ്ങയുടെ അനുജന്മാരാരാ? ദിക്പാലാംശഭൂതർ എന്ന് പറഞ്ഞാൽ വായുവിൻ്റെയും അല്ലേ ഇന്ദ്രൻ്റെയും പിന്നെ എന്താ പറയുക നാസത്യന്മാർ അശ്വിനി ദേവകളെന്ന് പറയാം. അവരുടെയും കുട്ടികളല്ലേ.
അങ്ങക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ വേണ്ട മാതിരി ചെയ്തോളും. ജ്യേഷ്ഠൻ്റെ ഭക്തിക്കടിമപ്പെട്ടു താൻ വാഴുകയല്ലയോ. അല്ല, അത് ഒന്നുകൂടി വായിക്കണം. അജിതേന്ദ്രനായുള്ളോർക്കെങ്ങും ദുർജയനായ ഞാൻ. അജിതേന്ദ്രൻ ആയുള്ളവർ, ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവർക്ക് എങ്ങും ഞാൻ എന്നെ ജയിക്കാൻ പറ്റില്ല എന്നാ. എന്നെ ജയിക്കാൻ ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ? ഇന്ദ്രിയ വിജയമുള്ളവർക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതറിയാണ്ട് ഭാഗവതം പഠിച്ചിട്ട് കാര്യമില്ല. ഇതറിയാണ്ട് ഗുരുവായൂർ പോയിട്ട് കാര്യമില്ല, പഴനിക്ക് പോയിട്ട് കാര്യമില്ല, ശബരിമലയ്ക്ക് പോയിട്ട് കാര്യമില്ല, ഒരു ക്ഷേത്രത്തിലും ഒരു സത്കർമ്മം ചെയ്തിട്ടും കാര്യമില്ല. ആദ്യം നമ്മൾ ആരാവണം? ജിതേന്ദ്രിയന്മാരാവണം. ഇന്ദ്രിയങ്ങളെ ജയിക്കണം. ആഹാരം, കാഴ്ച, കേൾവി, സ്പർശസുഖം, നാവിൻ്റെ രസത്തിനൊക്കെ ജയിക്കണം. ഒന്നിനും പക്ഷപാതം ഇതുണ്ടാവാൻ പാടില്ല, ആസക്തി ഉണ്ടാവാൻ പാടില്ല. ഇതെങ്ങനെ നിങ്ങൾ മനസ്സിലാവുക? പ്രോപ്പർ സത്സംഗം അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാവില്ല. ഞാൻ ഗുരുവായൂരപ്പന് സ്വർണ്ണകവചം കൊടുത്തു, സ്വർണ്ണ കിരീടം കൊടുത്തു, ഞാൻ കവലവളക്ക് കൊടുത്തു, വെള്ളിയിൽ 15 കിലോ. ഇതൊന്നും ഈശ്വരന് ആവശ്യമില്ല. നമ്മുടെ മനസ്സ് നിർമ്മലമായാൽ മതി. അപ്പോൾ അജിതേന്ദ്രിയനായുള്ളോർക്കെങ്ങും ദുർജയനായ ഞാൻ ജ്യേഷ്ഠൻ്റെ ഭക്തിക്ക് അടിമപ്പെട്ടു താൻ വാഴുകയല്ലയോ. ഞാൻ അങ്ങയുടെ ഭക്തിക്ക് അടിമയാണ്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും അങ്ങയ്ക്ക് വേണ്ടിയിട്ടെന്നാണ്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യണം? ഭക്തി കൊണ്ട് ഭഗവാനെ കീഴ്പ്പെടുത്താൻ സാധിക്കണം. അപ്പോൾ ഭഗവാൻ നമ്മൾക്ക് അധീനനാവും. ഈ വണ്ണം അരുളി ചെയ്തു സർവലോകേശ്വരേശ്വരൻ. ഭഗവാൻ ആരാ? സർവലോകേശ്വരൻ ഈശ്വരൻ. കണ്ണീരൊഴുക്കി നാഥൻ്റെ തിരുവായ്മൊഴിയൊക്കെയും മികവും പരവും തീരെ വിസ്മരിച്ച് ആസ്വദിക്കവേ ധർമ്മപുത്രരെ കുടുകൂടാന്ന് ആനന്ദ കണ്ണീര് വാർത്തുന്ന കുടം തരത്തിൽ കണ്ണീരൊഴുക്കി നാഥൻ്റെ തിരുവായ്മൊഴിയൊക്കെയും ഇകവും പരവും തീരെ വിസ്മരിച്ചാസ്വദിക്കവേ. ധർമ്മപുത്രർക്ക് ഞാനിപ്പോൾ എവിടെ നിൽക്കണത്, ആരോടാ സംസാരിക്കണത്, ഒന്നും ഒരു എത്തുംപിടിയും കിട്ടിയില്ല. കാരണം എന്താ? നാഥൻ്റെ തിരുവായ്മൊഴിയൊക്കെയും മികവും പരവും തീരെ വിസ്മരിച്ചാസ്വദിക്കവേ ധർമാത്മജൻ്റെ വിഷയികധന്യമാം കൈപിടിച്ച് അതിൽ ശ്രീകൃഷ്ണൻ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് നീട്ട് ധർമ്മപുത്രൻ അടുത്ത് പോയി. എന്നിട്ട് 2 കൈകളും കൂട്ടിപ്പിടിച്ചു. നിനക്ക് ഒരു പ്രശ്നവും വരില്ല, ഞാനുണ്ട്, നിൻ്റെ എന്താഗ്രഹം ഞാൻ നടത്തിത്തരാം, ഇതിലും ഇതിൻ്റെ എന്താ വേണ്ടത്? ഈ ഒരു അവസ്ഥ നമ്മുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. നമ്മുടെ 2 കൈകളും പിടിച്ച് ഈശ്വരൻ പറയാണ്, പട്ടാമ്പി നീ പേടിക്കേണ്ട, ശ്രീകൃഷ്ണ കഥാമൃതം വെച്ച് അലക്കിക്കോ. നിങ്ങൾക്ക് ഒരു ധാരണ വേണം, നിങ്ങൾ ഈശ്വരൻ്റെ ശ്രീകൃഷ്ണൻ്റെ കൈ പിടിച്ച് ഞങ്ങൾ ശ്രീകൃഷ്ണ കഥാമൃതവും ഭാഗവതം മൂലം പ്രഭാഷണവും കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങയിൽ അതീവ ശ്രദ്ധയും ഭക്തിയുമുണ്ട് എന്ന് പറഞ്ഞു നോക്കൂ. എന്താ ഉണ്ടാവുമെന്ന് പറയാൻ വയ്യ. എന്താ അങ്ങനെ പറയാൻ കാരണം? ശ്രേഷ്ഠമാണ് ഈ ജന്മം എന്നുള്ളൊരു തോന്നൽ വരും നമുക്ക്. ശ്രേഷ്ഠമാണ് ഈ ജന്മം എന്ന് തോന്നിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. പുനരഭി ജനനം പുനരഭി മരണം ഇല്ലാത്തൊരവസ്ഥയായി, മോക്ഷമായി. അപ്പോൾ പറഞ്ഞു, ധർമാത്മജൻ്റെ വിഷയികധന്യമാം കൈപിടിച്ച് അതിൽ വൈദർഭി കൊണ്ടുവന്നുള്ള വലുതാം പൊൻപണക്കിഴി. വിദർഭ രാജാവിൻ്റെ പുത്രിയായിട്ടുള്ള രുക്മിണി ദേവി പട്ടിൽ പൊതിഞ്ഞ് എത്രയെന്നറിയില്ല അത്രയും വലിയൊരു കിഴി കൊണ്ടുവന്ന് ഉള്ള വലുതാം പൊൻപണക്കിഴി, സ്വർണ്ണമയ.
മഹാലക്ഷ്മിയാണ് കൊടുക്കണതേ. മഹാലക്ഷ്മി ആരുടെ കയ്യിൽ നിൽക്കൂ? ധർമ്മം അനുശാസിക്കുന്നവൻ്റെ കയ്യിൽ നിൽക്കൂ. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അധർമ്മിഷ്ഠന്മാരുടെ കയ്യിൽ മഹാലക്ഷ്മി നിൽക്കില്ല. ഉണ്ടെന്ന് തോന്നുന്നത് മായയാണ്. അവരുടെ കയ്യിൽ ആസുരീയ വിഭവങ്ങളാണ്. എന്തൊക്കെ മനസ്സിലാക്കണം, ആലോചിച്ച് നോക്കൂ. അപ്പോൾ വൈദർഭ്യ കൊണ്ടുവന്നുള്ള വലുതാം പൊൻപണക്കിഴി കനക്കേ നൽകിനാൻ പെട്ടെന്ന് ആദ്യം തന്നെ മഹാലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി എന്താ പേടിക്കുള്ളത്? ചൊല്ലിനാൻ ഏതു ദേവേന്ദ്രൻ പോലും ആളല്ല വെല്ലുവാൻ. ഇതങ്ങോട്ട് കയ്യിൽ വെച്ചോളൂ. ഒരു ദേവേന്ദ്രൻ വിചാരിച്ചാലും ഇതിനെ അനക്കാൻ പറ്റില്ല, ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല. എന്നെ സമാശ്രയിച്ചോനെ ഒന്നുകൊണ്ടും ജഗത്തിതിൽ. ഭഗവാൻ കൃഷ്ണൻ പറയാം, എന്നെ സമാശ്രയിച്ചവനെ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും. എന്താ പട്ടാമ്പി ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുന്നത്? എന്താ കാരണം? ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒറ്റ വിശ്വാസം, ധാരണ. ആരെന്ത് അപഹസിച്ചാലും പുല്ലാണേ. കാരണം എന്താ? ഹൃദയത്തിൽ അദ്ദേഹം ഇരിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനെ ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാവാഗൻസ് ആയിട്ട് തരുന്നു. വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ വേണ്ട. സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, അത്രയേ ഉള്ളൂ. അപ്പോൾ എക്സ്ട്രാവാഗൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹിമാലയത്തല പോലെ എക്സ്ട്രാവാഗൻസ അല്ലേ? അപ്പോൾ എന്നെ സമാശ്രയിച്ചോനെ ഒന്നുകൊണ്ടും ജഗത്തതിൽ ആനന്ദവിവശൻ മിണ്ടാൻ ആളല്ലാതെ യുധിഷ്ഠിരൻ. ഒന്നും മിണ്ടാൻ സാധിക്കണില്ല. ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം അയച്ചാൻ അനുജന്മാരെ വിശേഷാനുഗ്രഹീതരെ. ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ട തൻ്റെ 4 അനിയന്മാരെ 4 ദിക്കിലേക്ക് പറഞ്ഞയച്ചു, ദിഗ്വിജയം ചെയ്യാൻ വേണ്ടിയിട്ട്. അയച്ചാൻ അനുജന്മാരെ വിശേഷാനുഗ്രഹീതരെ കിഴക്ക് ദിഗ്വയം ചെയ്യാൻ ഭീമനെ. സഹദേവനെ തെക്കോട്ടുടൻ, നകുലനെ പടിഞ്ഞാറോട്ടും, പാർത്ഥനെ വടക്കോട്ടയച്ചു. കിഴക്ക് ദിഗ്ജയം ചെയ്യാൻ ഭീമനെ, സഹദേവനെ തെക്കോട്ടുടൻ, നകുലനെ പടിഞ്ഞാറോട്ടും, പാർത്ഥനെ വടക്കോട്ടും. സർവപേരും വിജയിച്ചത്രയോ ധനം കൊണ്ടുവന്നാരുടൻ. ഭീമൻ കേവലം മാഗധേന്ദ്രനെ ജയിക്കാതെ മടങ്ങിത്താൻ വന്നതോർത്തുള്ളിൽ മാൾകവേ. ഭീമൻ പറഞ്ഞില്ലേ, ഭീമനെ നമ്മൾ എങ്ങോട്ട് അയച്ചു എന്നാണ് പറഞ്ഞത്? നകുലനെ പടിഞ്ഞാറോട്ട്, പാർത്ഥനെ വടക്കോട്ടും. അപ്പോൾ അതിൻ്റെ മുമ്പേ പറയണം ദിഗ്ജയം ചെയ്യാൻ ദിഗ്ജയം കിഴക്കോട്ട് പോയ ഭീമന് ജരാസന്ധനെ ജയിക്കാൻ പറ്റിയില്ല. ബാക്കി എല്ലാവരെയും ജയിച്ചു വന്നു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എന്തിനാ താൻ പരിതപിക്കണത്? ഞാനില്ലേ ഒപ്പം? അർജുന, ഞാനും താനും ഭീമനും കൂടി വേഷപ്രച്ഛന്നന്മാരായി ബ്രാഹ്മണ വേഷധാരികളായിട്ട് ജരാസന്ധൻ്റെ അടുത്തേക്ക് പോവുക, ദ്വന്ദ്വയുദ്ധം ചോദിച്ച് വാങ്ങുക. അതിൽ നമ്മുടെ ഭീമൻ, വായുപുത്രനായിരിക്കുന്ന ഭീമൻ ജരാസന്ധനെ വധിക്കും. അത് എൻ്റെ ഡയറക്ഷനിലാവുന്നു മാത്രം. ഡോണ്ട് വറി, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി, ഡോണ്ട് ഹെസിറ്റേറ്റ്. അങ്ങനെ പറഞ്ഞ് ചട്ടം കെട്ടി. മനസ്സിലായില്ലേ? കൊണ്ടുവന്നാരുടൻ ഭീമൻ കേവലം മാഗധേന്ദ്രനെ ജയിക്കാതെ മടങ്ങിത്താൻ വന്നതോർത്തു മാൾകവേ. അജാതശത്രുവോട് അമ്പാർന്ന് അരുൾ ചെയ്താൻ മഹാപ്രഭു. എന്താണ് മഹാപ്രഭുവിനോട് പറഞ്ഞത്? അത് നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രകീർത്തിച്ചുകൊണ്ട് ലോകാസമസ്ത സിംഗനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. ഭൂമണ്ഡലത്തിൽ ഏവർക്കും സ്വസ്തി, സമാധാനം
നിർവൃതി ഉണ്ടാവണം. എന്നാൽ എല്ലാവരും ശാന്തചിത്തന്മാരായി സ്ഥിതപ്രജ്ഞ എന്ന നിലയിലേക്ക് വാഴാൻ സാധിക്കും. അതാണ് നമ്മുടെ വിജയം. നാളെ കാണാം.